എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവൽ വെച്ച് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് മിക്സറിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവം റെഡിയാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 250 ml കപ്പിൽ 2 കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ട്രിപ്പായിട്ടാണ് അവൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം അവലിട്ട് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് അവലങ്ങ് മൂത്ത് വരും കേട്ടോ. അവലൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് 250 ml കപ്പിൽ 1/2 കപ്പ് പച്ചക്കപ്പലിൻ്റെയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചക്കപ്പലിൻ്റെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കപ്പലിൻ്റെക്ക് ആവശ്യത്തിനുള്ള ശകലം ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാഷ്നട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കപ്പലണ്ടിക്കും ക്യാഷ്നട്ടിനും അതിനൊന്നും ഒരളവില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുപോലെ 2 ഏലക്കയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരിക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവലെ കപ്പലിൻ്റെ ക്യാഷ്നട്ടൊക്കെ ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല രീതിയിൽ ഈ അവലിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തോട്ട് ആവത്തക്ക രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കിയപ്പം എനിക്ക് ശകലം മധുരം കൂടെ വേണമെന്ന് തോന്നി. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മധുരം നോക്കി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. മധുരമുള്ള അവൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം അല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.